ഏറ്റുമാനൂർ ചിറക്കുളം സംരക്ഷിക്കുന്നതിനുള്ള നടപടിയില്ല. ഏറ്റുമാനൂർ നഗരമധ്യത്തിൽ നഗരസഭ ഓഫീസിനോട് ചേർന്നാണ് ചിറക്കുളം. കുളത്തിൽ മാലിന്യം നിറയുന്ന അവസ്ഥ. ഏറ്റുമാനൂർ ചിറക്കുളത്തിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ വെള്ളം മലിനമായി മാറുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിറക്കുളത്തിന്റെ നവീകരണത്തിനായി 50 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ നഗരസഭയായി ഉയർന്നിട്ടും പണി ആദ്യഘട്ടത്തിൽ നിന്നു. നഗരസഭയായതോടെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഫണ്ട് ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതെയായി. ഇപ്പോൾ ചിറക്കുളത്തിൽ മാലിന്യങ്ങൾ നിറയുന്ന സ്ഥിതിയാണ്. ചിറക്കുളത്തിനോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ പുറകിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. കെട്ടിടത്തിന്റെ പുറകിൽ അന്തിയുറങ്ങുന്ന ആളുകൾ ഉപയോഗിക്കുന്ന തുണികളും മറ്റും കുളത്തിന്റെ അരികിൽ ഇടുകയാണ്. ഇവർ കഴിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ കുളത്തിലേക്ക് വലിച്ചെറിയുന്നതും വെള്ളം മലിനമാകാൻ കാരണമാകുന്നുണ്ട്. കഴിഞ്ഞയിടെ ഏറ്റുമാനൂർ മംഗളം കോളേജിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ കുളത്തിന്റെ സമീപമുള്ള മാലിന്യങ്ങൾ വാരി നീക്കം ചെയ്തിരുന്നു. വീണ്ടും പഴയപടി തന്നെ. നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷന്റെ ടാങ്ക് ലീക്ക് ചെയ്ത് മലിനജലവും കുളത്തിലേക്ക് താഴുന്നുണ്ട്. ഇതിനു പുറമെ ഓട വെട്ടി ചിറക്കുളത്തിന് സമീപത്തായി വലിയ കുഴിയെടുത്ത് ഇതിലേക്ക് ഉറവ വെള്ളം ഒഴുകുകയും കെട്ടിക്കിടക്കുകയുമാണ്. ഇത്തരത്തിൽ ഏറ്റുമാനൂർ പട്ടണത്തിലെ പ്രധാന ജലസ്രോതസ്സായ ചിറക്കുളത്തിലെ വെള്ളം മലിനമാക്കുന്ന പ്രവർത്തനമാണ് നടന്നുവരുന്നത്. രാത്രികാലങ്ങളിൽ ചിറക്കുളത്തിൽ മാലിന്യവും തള്ളുന്നുണ്ട്. പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾക്ക് ചിറക്കുളത്തിന്റെ നിലനിൽപ്പ് അനിവാര്യമായി വരികയാണ്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.